ഗൈസ് ക്രിസ്മസിന് അവൻ്റെ വീട്ടിൽ പോയപ്പം അവിടെ കാണിച്ച അൽക്കുൽത്ത് പരിപാടികളെ പറ്റിയാണ് ഗൈസ് വീഡിയോ. അപ്പോൾ സംഭവം വെച്ചാൽ നമ്മൾ അന്ന് വൈകുന്നേരം ക്രിസ്മസിൻ്റെ അന്ന് തലേന്ന് വൈകുന്നേരം തന്നെ നമ്മൾ സ്റ്റാർ കാണാൻ വേണ്ടിയിട്ട് പോയായിരുന്നു ഗൈസ് ഓരോ സ്ഥലത്ത്. കാരണം കന്യാകുമാരി ആ ഭാഗത്ത് കുറേ ചർച്ചസും അല്ലാത്ത ഓപ്പൺ സ്പോട്സും ഒക്കെ ഡെക്കറേറ്റ് ചെയ്ത് അവിടെ പാർട്ടിയും പരിപാടിയും DJയും അങ്ങനെ വമ്പിച്ച പരിപാടികളാണ് ഗൈസ്. അപ്പം നമ്മൾ നാഗർകോവിലിൻ്റെ അങ്ങോട്ടും പിടിച്ചില്ല, മാർത്താണ്ഡത്തിൻ്റെ ഇങ്ങോട്ടും പിടിച്ചില്ല. ആ നാഗർകോവിലിൽ ഇനി തക്കലയെന്നൊരു പോർഷൻ ഉണ്ട്. തക്കല മുതൽ മാർത്താണ്ഡത്തിന് മുന്നേ വരെ അകത്തോട്ടുള്ള റൂട്ട്സാണ് ഗൈസ് കവർ ചെയ്തത്. അപ്പം അറിയാവുന്നവർക്ക് അറിയാമായിരിക്കും അവിടെ കുറേ ലൈറ്റിങ്സും അങ്ങനെയൊക്കെയുള്ളത്. അപ്പം നമ്മൾ അവിടുന്ന് കണ്ട് ലാസ്റ്റ് എൻ്റെ കുളച്ചൽ എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. അവിടെ ഭയങ്കര DJ പാർട്ടിയൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. അവിടം വരെയാണ് പോയി തീർത്തത്. അപ്പം നമ്മുടെ 2 കസിൻ പിള്ളേരുണ്ടായിരുന്നു, പിന്നെ അവൻ്റെ അനിയനും, പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ പോയാണ് ഗൈസ് പോയത്. ഫസ്റ്റ് മനവിള ലൈറ്റിങ്സ് എന്ന് പറഞ്ഞാൽ അതായി കാണുന്നത്. അവിടെ ഒരു ഓപ്പൺ സ്പോട്ടാണ് ഗൈസ്. ചർച്ചും അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അവിടെ ഫുള്ള് ഈ ഫോട്ടോജനിക്കായിട്ടുള്ള പ്ലേസ് ഫുള്ള് സെറ്റ് വെച്ച് നമുക്ക് എവിടെ വേണമെങ്കിലും ഫോട്ടോസ് എടുക്കാം. അങ്ങനെ ഒരു നല്ലൊരു വൈബാണ് ഗൈസ്. പക്ഷേ തിരക്ക്, എൻ്റെ മക്കളെ, എല്ലാ ഭാഗത്തും തിരക്കാണ്. എല്ലായിടത്തും ഇങ്ങനെ പപ്പാനിയും ഈ ക്രിസ്മസ് പപ്പാനിയും പിന്നെ അല്ലാതെ കുറേ ആൾക്കാരൊക്കെ ഇങ്ങനെ വെച്ച് ഡാൻസ് കളിക്കുന്നുണ്ട്, പാട്ടുണ്ട്, അങ്ങനെ രസമുണ്ട്. അപ്പം നമ്മൾ എവിടെയൊക്കെ ഇറങ്ങി എവിടെയൊക്കെ എന്തൊക്കെ ഫോട്ടോ എടുക്കാൻ പറ്റും അതൊക്കെ മാക്സിമം എടുത്ത് ഗൈസ്. ഇത് രണ്ടാമത് കരിങ്കൽ ചർച്ച് എന്ന് പറഞ്ഞുകൊണ്ടൊരു ചർച്ചുണ്ട്. അപ്പോൾ അവിടുത്തെ ഭാഗത്തെ ലൈറ്റിങ്സാണ്. ഇതെന്ന് വെച്ചാൽ സംഭവം ഗൈസ് പാലാപ്പള്ളം ക്രിബ് എന്നൊക്കെ പറയും. നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ക്രിസ്മസ് കുടിലാണ് ഗൈസ്, ക്രിസ്മസ് ക്രിബാണ്. അപ്പോൾ അവിടെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അകത്ത് കയറാൻ പറ്റില്ല, കാരണം അമ്മാതിരി തിരക്കാണ് ഗൈസ്. വെളുപ്പിനെ 4 മണിക്ക് വന്നാൽ പോലും തിരക്കാണ്. പിന്നെ ഈ പോകുന്ന ഭാഗത്തുള്ള എല്ലാ ഇതും എടുത്തു. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കരിങ്കൽ ചർച്ചിൻ്റെ അകത്ത് വെച്ചിരുന്ന ഒരു ക്രിബാണ്. അത് നല്ല രസമായിരുന്നു, നല്ല വൈബായിരുന്നു കാണാൻ വേണ്ടി. അത് ചെറുതാണ്, നമുക്ക് അകത്ത് കയറി കാണുള്ളതേ ഉള്ളൂ. മറ്റേ ഈ പാലാപ്പള്ളം ക്രിബെന്ന് ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഇന്ത്യയിലെ തന്നെ ബിഗ്ഗസ്റ്റ് ക്രിബ്. അതിനകത്ത് കയറണമെങ്കിൽ കുറഞ്ഞ ഒരു മണിക്കൂറെങ്കിലും ക്യൂവിൽ നിൽക്കണം ഗൈസ്. പിന്നെ നമുക്കിങ്ങനെ അൽക്കുൽത്ത് കടകളൊക്കെ ഉണ്ടല്ലോ അവിടെ ഇവിടെയൊക്കെ, അവിടെയും കൂടെ കയറി നമുക്ക് എന്തെങ്കിലുമൊക്കെ കോപ്പറായ സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടോ അതൊക്കെ വാങ്ങിച്ച് ഭർത്താവിനെ ഊറ്റി നമുക്കിങ്ങനെ നടക്കാം. പിന്നെ ഇത് ഏതോ ഒരു മൂലച്ചൽ ചർച്ച് എന്നൊക്കെ പറഞ്ഞ സ്ഥലമാണ് ഗൈസ്. അത് നിർത്തിയതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ അത് ആ ചർച്ചിലിട്ടേക്കുന്ന ലൈറ്റിങ്സ് ഉണ്ടല്ലോ ഗൈസ്, അത് നല്ല ഭയങ്കര വൈബായിരുന്നു. പിന്നെ നമ്മൾ പോകുന്നത് DJക്കാണ് ഗൈസ്. ഈ കാണുന്ന മനുഷ്യരല്ല, ഇതൊന്നും അല്ല തിരക്ക് ഗൈസ്. മെയിൻ തിരക്കിൻ്റെ ഭാഗത്ത് എനിക്ക് വീഡിയോ എടുക്കാൻ അറിയില്ല. ഓരോ വീടിൻ്റെ ഫ്രണ്ടിലും DJ ആണ്. അവരവരുടെ ഇഷ്ടത്തിനാണ് ഡാൻസ് കളിക്കുന്നത്. പിന്നെ അവിടെ കടലിൻ്റെ ഭാഗവും കൂടെ ഒക്കെയല്ലേ ഉള്ളൂ. അവിടെയൊക്കെയുള്ള ഗ്രൗണ്ടുകളിൽ എല്ലാവരും നല്ല ചെറിയ DJ വയ്ക്കുന്നവരുണ്ട്, അല്ലാതെ വയ്ക്കുന്നവരുണ്ട്, വലിയ DJ വയ്ക്കുന്ന. ഇതാണ് ഗൈസ് മെയിൻ DJ. കുളച്ചലിന് മെയിൻ ഭാഗത്തുള്ള 3 സെപ്പറേറ്റ് DJs ഉണ്ടെന്ന്. വമ്പം പരിപാടി, ഏതാണ്ട് 5000 പേര് വന്നാണ്. കിടിലൻ തിരക്ക്, 3 സെപ്പറേറ്റ് സ്ക്രീൻസും സെപ്പറേറ്റ് DJസും. അപ്പോൾ പരിപാടിയുടെ എൻഡ് കണ്ടിട്ടാണ് ഗൈസ് വന്നത്. ഇങ്ങനെയാണ് എൻ്റെ ക്രിസ്മസ് ഈവ്. നിങ്ങളുടെ എങ്ങനെ ഉണ്ടായിരുന്നു കമൻറ്റ് ചെയ്യുക ഗൈസ്. ബൈ.